ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നമ്മൾ കൂടുതലായിട്ടും ചെയ്തു വരുന്നതാണ്, പക്ഷേ ഒന്ന് രണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് കുറച്ചുകൂടി ഒരു പുതിയ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണം. ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്യാരമലാക്കി എടുക്കാം. ക്യാരമൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീ കൂട്ടി വെക്കരുത്. പഞ്ചസാര പെട്ടെന്ന് കരിയുകയും ചെയ്യും, ഒരു കരിഞ്ഞ ടേസ്റ്റായി പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തിളക്കി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, സ്പൂണ് വെച്ച് ഇളക്കണ്ട. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് ക്യാരമൽ ചെയ്യുന്നവർ വിചാരിക്കും ഇത് എന്താ കറുത്ത കളർ ആവാത്തതെന്ന്. പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളർ ഷെയ്ഡ് ഇങ്ങനെ മാറി വരുന്ന സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ആയി വന്നാൽ പെട്ടെന്ന് ഇതുപോലെ കളർ മാറും. അപ്പോൾ ആ സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആ സമയത്ത് ഇത്തിരി നീങ്ങി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ മേത്തേക്ക് തെറിക്കുക. അപ്പോൾ അതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നങ്ങ് ചൂടാറിക്കോട്ടെ. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോകുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് അത്യാവശ്യം വലിയ 2 നന്നായിട്ട് പഴുത്തിട്ടുള്ള റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ചെറുപഴമാണെങ്കിലും ഏതായാലും നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. അധികം കട്ടകളൊന്നും ഇല്ലാത്ത കഷ്ണമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്യാരമലായിട്ടുള്ള ഷുഗർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഇത് കുറച്ച് മുൻപൊക്കെ ആക്കി വെച്ച് കുറച്ച് കട്ടി കൂടിപ്പോയി എടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നല്ല തിളച്ച തുള്ളി വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഈ ഒരു ക്യാരമലും പഴവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ, പഴം ഇങ്ങനെ പഞ്ചസാര ഈ ഒരു രീതിയിലാക്കിയിട്ട്. എന്നിട്ട് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി 1/2 കപ്പ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് 1-2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1-2 ചെറിയ കഷ്ണം പട്ടയും 2-3 ഏലക്കായും ഒരു ഇത്തിരി പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു 1-1.5 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ശരിക്കും ഒരു വെറൈറ്റി ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഈ ഒരു പട്ടയും കൂടെ ഇതിലേക്ക് കൂട്ടുന്ന സമയത്ത്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ആയാലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരവിയതാണ്. എന്നിട്ട് മിക്സാക്കുന്ന സമയത്ത് ഇത്തിരി കട്ടി കൂടുതലുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ടി വരില്ല. പാലില്ലെങ്കിൽ വെള്ളമായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലോണം മിക്സാക്കി നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് പാലൊക്കെ ഒഴിക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് മിക്സാക്കിയാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതായത് മിക്സാക്കി വരുന്ന സമയത്ത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ പാകത്തിനാണ് വേണ്ടത്. അതുപോലെ തന്നെ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കറക്റ്റ് ആയിരിക്കും. ഇനി ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക. മധുരം കുറവാണെങ്കിൽ സാധാ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പാകത്തിനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക. അത്യാവശ്യം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ സ്പൂണിൽ കുറച്ചായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പഴം വെച്ചുള്ള കിള്ളിട്ടപ്പൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്ന് ഒരു സൈഡ് അത്യാവശ്യം ഒന്നാവുന്ന സമയത്ത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 ഭാഗവും നല്ലോണം ഒന്ന് മുരിഞ്ഞ് ഫ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ഇതിൽ ക്യാരമൽ സിറപ്പ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറും, പക്ഷേ കറക്റ്റ് ഫ്രൈ ആവുന്ന സമയത്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചൂടോടുകൂടെ കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്നങ്ങ് തണുത്ത് കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോഴായിരിക്കും ആ പുറത്ത് നമ്മൾ അരിപ്പൊടി ചേർത്തതിൻ്റെയൊക്കെ ചെറിയൊരു ക്രിസ്പി ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമുണ്ട്, പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു ക്യാരമലിൻ്റെ പട്ടേൻ്റെ ഒക്കെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴെങ്കിലുമൊക്കെ പഴമൊക്കെ ഉള്ള സമയത്ത് കിള്ളിട്ടപ്പായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് അരിപ്പൊടിയും പട്ടയൊക്കെ ചേർത്തിട്ട് കുറച്ചൊരു സ്പെഷ്യൽ ടേസ്റ്റിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്